Hello my dear students, welcome to English class. I'm Dijil Master handling your 9th standard English. I hope you all are doing well and staying safe at home. As you all know, we all are undergoing through a pandemic situation. We all are forced to shut indoors and listen to our classes in online mode. So I seek your attention, listen carefully. Dear students, our classes are meant for Malayalam and English medium students. So I'll be explaining things in both Malayalam and English. Let's move on to our first lesson, The Race, written by Nisha Punjabi. Nisha Punjabi എഴുതിയ ദ റേസ് എന്ന 9ാം ക്ലാസ് പാഠപുസ്തകത്തിലെ ആദ്യ പാഠഭാഗം നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നിഷ പഞ്ചാബി ഈസ് എ ഫ്രീലാൻസ് റൈറ്റർ ബേസ്ഡ് ഇൻ ലക്നൗ, ഇന്ത്യ. ഇന്ത്യയിലെ ലക്നൗ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫ്രീലാൻസ് റൈറ്ററാണ് നിഷ പഞ്ചാബി. നിഷ പഞ്ചാബി എന്ന എഴുത്തുകാരിയാണ് ദ റേസ് എന്ന കഥ എഴുതിയിട്ടുള്ളത്. ഫ്രീലാൻസ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിലെ സ്ഥിരം ജോലിക്കാരിയല്ലാതെ സ്വതന്ത്രമായി ജോലി ചെയ്യുന്നതിനെയാണ്. ഷീ കംപ്ലീറ്റഡ് ഹെർ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് ഹെർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. നിഷ പഞ്ചാബി അവരുടെ MBA അടക്കമുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. ഷീ വാസ് എംപ്ലോയ്ഡ് ബൈ ദ ലക്നോ ടൈംസ്, ഡെയിലി മാഗസിൻ ഓഫ് ടൈംസ് ഓഫ് ഇന്ത്യ, ആസ് എ ഫ്രീലാൻസർ. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ലക്നോ ടൈംസ് എന്ന ഡെയിലി മാഗസിനിൽ ഒരു സ്വതന്ത്ര പത്രപ്രവർത്തക എന്ന നിലയിൽ അവർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഷീ ബ്ലോഗ്സ് അറ്റ് shimmeringssunshine.blogspot.com. മാത്രമല്ല അവർ ഒരു ബ്ലോഗർ കൂടിയാണ്. shimmeringssunshine.blogspot.com എന്നത് അവരുടെ പ്രസിദ്ധമായ ബ്ലോഗാണ്. The Race is an award-winning story in a sports category competition held by Children's Book Trust, New Delhi, India in 2001. 2001 ഡൽഹി കേന്ദ്രീകൃതമായ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് എന്ന പ്രസിദ്ധീകരണാലയം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു സ്പോർട്സ് രചനാ മത്സരം സംഘടിപ്പിച്ചതിൽ അവാർഡ് നേടിയ കഥയാണ് ദ റേസ് എന്ന ഈ കഥ. Now let's move on to our story, The Race. The central character of the story is Tarun. തരുൺ എന്ന വിദ്യാർത്ഥിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം. അവൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത്. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്റ്. തരുൺ ഒരു ശരാശരി നിലവാരത്തിലുള്ള വിദ്യാർത്ഥിയായിരുന്നു. മീഡിയോക്കർ ഓഫ് ഓൺലി ആവറേജ് സ്റ്റാൻഡേർഡ്, ശരാശരി നിലവാരമുള്ള. ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. അവൻ്റെ ഗ്രേഡുകൾ അവൻ്റെ രക്ഷിതാക്കളെ സംതൃപ്തരാക്കാറില്ല. And he was not a good singer, dancer, painter or even an actor. മാത്രമല്ല ഒരു നല്ല പാട്ടുകാരനോ നർത്തകനോ പെയിൻറ്ററോ ഒരു അഭിനേതാവോ ഒന്നും തന്നെയായിരുന്നില്ല അവൻ. He always thought of himself as the black sheep of the family. അതുകൊണ്ട് തന്നെ കുടുംബത്തിന് മാനഹാനിയുണ്ടാക്കുന്ന ഒരു കഴിവുകെട്ടവനാണ് താനെന്ന് അവൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. ബ്ലാക്ക് ഷീപ്പ് മീൻസ് എ മെമ്പർ ഓഫ് എ ഫാമിലി or group who is regarded as a disgrace to it. കുടുംബത്തിന് ഭൂഷണമല്ലാത്ത അല്ലെങ്കിൽ കൂട്ടത്തിൽ ചേരാത്ത ഒരാളെയൊക്കെയാണ് ബ്ലാക്ക് ഷിപ്പ് എന്ന് പറയുക. ഹിസ് എൽഡർ ബ്രദർ who was pursuing a degree in engineering from a reputed college always made the family proud. എന്നാൽ അവൻ്റെ മൂത്ത സഹോദരൻ പ്രസിദ്ധമായ ഒരു കോളേജിൽ നിന്നും എഞ്ചിനീയറിംഗ് പഠനം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സഹോദരൻ എപ്പോഴും അവൻ്റെ കുടുംബത്തിന് അഭിമാനമായിരുന്നു. പെർസ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ഡു ഓർ അച്ചീവ് സംതിങ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു കാര്യം നേടിക്കൊണ്ടിരിക്കുക എന്നതാണ് പെർസ്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. എന്നാൽ തരുണിന് ഇത്തരത്തിലുള്ള ഒരു കഴിവും തന്നെ ഉണ്ടായിരുന്നില്ല. ഹവർ ഹി വാസ് ബ്ലെസ്ഡ് വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ്. ഹി വാസ് എൻ എക്സലൻറ്റ് റണ്ണർ. നല്ലൊരു ഓട്ടക്കാരൻ്റേതായിട്ടുള്ള ശാരീരിക ശക്തി ദൈവാനുഗ്രഹത്താൽ അവന് ലഭിച്ചിരുന്നു. അവൻ നല്ലൊരു ഓട്ടക്കാരനായിരുന്നു. ഹി വുഡ് റൺ ഫോർ അവേഴ്സ്, ബീറ്റ് ഡേ ഓർ നൈറ്റ്. രാത്രിയോ പകലോ ആകട്ടെ അവൻ മണിക്കൂറുകളോളം ഓടുമായിരുന്നു. വെനെവർ ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ലോൺലി ഹി എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിങ്. എപ്പോഴൊക്കെയാണോ അവന് വിഷമവും ഒറ്റപ്പെടലുമൊക്കെ തോന്നുന്നത് ആ സമയത്ത് അവൻ ഓടിക്കൊണ്ടാണ് സ്വയം ക്ഷീണിതനാവുമായിരുന്നു. അങ്ങനെ അവൻ്റെ ദുഃഖങ്ങളൊക്കെ അല്ലെങ്കിൽ ഒറ്റപ്പെടലൊക്കെ അവൻ മറക്കുമായിരുന്നു. എക്സോസ്റ്റഡ് മീൻസ് ക്ഷീണിതനാവുക.
thus releasing all his pent-up emotions. അങ്ങനെ അവൻ്റെ മനസ്സിൽ അടക്കി വെച്ച പ്രകടിപ്പിക്കാനാവാത്ത വികാരങ്ങളെയൊക്കെ പുറത്തു കളയുമായിരുന്നു. പെൻഡപ്പ് മീൻസ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ദാറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ്. പ്രകടിപ്പിക്കാനാവാത്ത വികാരങ്ങൾ. At times he would miss his school bus and would then run to school, which was 5 miles away from his home. അവന് സ്കൂൾ ബസ്സിൽ കയറാൻ വൈകി വരുമ്പോൾ സ്കൂൾ ബസ് നഷ്ടപ്പെടുമായിരുന്നു. ആ സമയത്തൊക്കെ അവൻ സ്കൂളിലേക്ക് ഓടിപ്പോകാറാണ് പതിവ്. അവൻ്റെ സ്കൂൾ വീട്ടിൽ നിന്ന് 5 മൈൽ അകലെയായിരുന്നു. He just had one dream, to become the fastest runner in the world. അവന് ആകെ ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ഓട്ടക്കാരനാവണം എന്നതായിരുന്നു അത്. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. എന്നാൽ തരുണിന് അവൻ്റെ സ്വപ്നം എങ്ങനെ നേടിയെടുക്കാം എന്നത് അറിയുമായിരുന്നില്ല. ഓൺ ദ വൺ ഹാൻഡ് ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ് ആൻഡ് വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്, വിച്ച് ഹി നെവർ ഡിഡ്. ഒരു വശത്ത് അവൻ്റെ പാരൻസിന് അവൻ്റെ ഓട്ടത്തെ ഇഷ്ടമായിരുന്നില്ല. അവർക്ക് അവൻ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതായിരുന്നു ആഗ്രഹം. അത് അവൻ ഒരിക്കലും ചെയ്യുമായിരുന്നില്ല. On the other hand, he belonged to a middle-class family, and Tarun knew that to achieve his dream he needed an intensive training, the amount for which was well beyond his family's reach. മറുവശത്ത് അവൻ ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. തരുൺ അറിയാമായിരുന്നു അവൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതിന് കഠിനമായ പരിശീലനം ഒക്കെ ആവശ്യമാണ്. ആ ട്രെയിനിങ്ങിന് ആവശ്യമായ പണം അവൻ്റെ കുടുംബത്തിന് എത്തിപ്പിടിക്കാൻ പറ്റുന്നതിന് അപ്പുറത്താണെന്ന് തരുൺ അറിയാമായിരുന്നു. When Tarun failed in his terminal examinations, his father was very angry with him. തരുൺ തൻ്റെ അവസാന പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ അവൻ്റെ അച്ഛൻ അവനോട് ദേഷ്യപ്പെട്ടു. His friends too made fun of him. അവൻ്റെ കൂട്ടുകാരും അവനെ കളിയാക്കി പരിഹസിച്ചു. It was a day he wanted to wipe out from his memory, and so he took to running. അവൻ്റെ ഓർമ്മയിൽ നിന്ന് തന്നെ മാച്ചു കളയാൻ ആഗ്രഹിച്ച ദിവസമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവൻ ഓടാനായി പുറപ്പെട്ടു. He ran all around the park. അവൻ ആ പാർക്കിന് ചുറ്റുമൂടി. The sun beat down to check his rage, but nothing could stop Tarun. ആ സമയത്ത് സൂര്യൻ ശക്തമായി കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ്റെ ദേഷ്യത്തെ ബ്ലോക്ക് ചെയ്യുന്നതിനായി, തടുത്തു നിർത്തുന്നതിനായി, പക്ഷേ ആ സൂര്യൻ്റെ പ്രകാശത്തിനോ മറ്റൊന്നിനും തന്നെ സാധിച്ചില്ല. റേജ് മീൻസ് വെരി സ്ട്രോങ് ആൻഡ് അൺകൺട്രോൾഡ് ആങ്കർ, അടക്കാനാവാത്ത ദേഷ്യം. ആഫ്റ്റർ അബൌട്ട് an hour he was fully exhausted and his fury having subsided. ഒരു മണിക്കൂറിന് ശേഷം അവൻ ആകെ ക്ഷീണിതനാവുകയും അവൻ്റെ ദേഷ്യം ശമിക്കുകയും ചെയ്തു. സബ്സൈഡ് ടു ബിക്കം കാമർ ഓർ ക്വൈറ്റർ, ശമിക്കുക. He threw himself on a bench and started panting heavily. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചിലേക്ക് അവൻ വന്നു വീണു, അല്ലെങ്കിൽ കിടന്നു. കൂടാതെ ശക്തമായി കിതയ്ക്കാനും തുടങ്ങി. പാൻറ്റ് ടു ബ്രീത്ത് ക്വിക്ക്ലി വിത്ത് ഷോർട്ട് ബ്രത്ത്സ്, കിതയ്ക്കുക. സഡൻലി ഹി ഹേർഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. വാട്ട് ഈസ് ഇറ്റ് സൺ? പെട്ടെന്ന് അവൻ്റെ തൊട്ടടുത്തു നിന്ന് ഒരു ശബ്ദം കേട്ടു. എന്താണ് മകനെ ഇങ്ങനെ എന്നതായിരുന്നു ആ ചോദ്യം. തരുൺ ടേൺ ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് ദെയർ സെറ്റ് എ മാൻ ഓഫ് അബൌട്ട് 60. തരുൺ തൻ്റെ ഇടത്തുവശത്തേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ 60 വയസ്സോളം പ്രായമുള്ള ഒരാൾ ഇരിക്കുന്നത് കണ്ടു. ഐ ഫെയിൽ ഇൻ 2 subjects, ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ. ഞാൻ 2 വിഷയങ്ങളിൽ തോറ്റുപോയി. വളരെ നിരാശനായ ആ ഒരു ഭാവത്തിൽ അവൻ മറുപടി പറഞ്ഞു. The man smiled sympathetically and said, "Life is full of ups and downs, my boy." ആ മനുഷ്യൻ അനുകമ്പാപൂർവ്വം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീവിതം എന്നത് ഈ ഉയർച്ചയും താഴ്ചയും നിറഞ്ഞതാണ്. By the way, I am Ram Narayan and you are one of the best runners I have ever seen. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ രാംനാരായണനാണ്. ഞാൻ ഇതേവരെ കണ്ടതിൽ വെച്ച് നല്ല ഓട്ടക്കാരിൽ ഒരാളാണ് നീയും. രാംനാരായൺ, ആർ യു ദ സെയിം രാംനാരായൺ
who won an Olympic medal in 400-meter race in the 1960s. നിങ്ങൾ രാംനാരായണനാണോ? അത്ഭുതത്തോടെ തരുൺ ചോദിച്ചു. 1960-ൽ 400 മീറ്റർ ഓട്ടത്തിൽ ഒളിമ്പിക്സ് മെഡൽ മേടിച്ച അതേ രാംനാരായണനാണോ താങ്കൾ എന്ന് ചോദിച്ചു. തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെൻറ്റ്. തരുണിന് അവൻ്റെ ആശ്ചര്യം അടക്കാനായില്ല. യെസ്, പാറ്റ് കെയിം ദ റിപ്ലൈ. തരുൺ വാസ് ഡാസിൽഡ്. പെട്ടെന്ന് തന്നെ ആ മറുപടി വന്നു. അത് കേട്ട് തരുൺ ആകെ അമ്പരന്നു പോയി. സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes, കണ്ടിന്യൂഡ് രാംനാരായൺ, ആൻഡ് ഐ സീ എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു. മകനെ, കഴിഞ്ഞ 45 മിനിറ്റായി ഞാൻ നിന്നെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. തുടർന്ന് രാംനാരായൺ പറഞ്ഞു, നിന്നിൽ ഞാൻ നല്ലൊരു ഭാവി കാണുന്നുണ്ട് എന്ന്. തരുൺ കുഡ് നോട്ട് ഹെൽപ്പ് ബട്ട് ബ്ലഷ്. ഇത് കേട്ട് നാണത്താൽ അവൻ്റെ മുഖം തുടുത്തു. അവന് ആ ഒരു വികാരം പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ബ്ലഷ് മീൻസ് ടു ബിക്കം റെഡ് ഇൻ ദ ഫേസ് ബിക്കോസ് ഓഫ് എംബറാസ്മെൻറ്റ് ഓർ ഷെയിം. നാണത്താൽ മുഖം തുടുക്കുക. ഓൾ യു നീഡ് ടു ഡു ഈസ് കീപ് ദാറ്റ് പാഷൻ ബേണിങ് ഇൻ യു ആൻഡ് നെവർ ഗീവ് അപ്പ്. നീ ആകെ ചെയ്യേണ്ടത് നിൻ്റെ ഉള്ളിലുള്ള ആവേശം അതൊരിക്കലും ഉപേക്ഷിക്കരുത്. മങ്ങാതെ ജ്വലിച്ചുകൊണ്ട് തന്നെ അതിനെ നിലനിർത്തുക. ഹാവ് യു ജോയിൻ സം ട്രെയിനിങ് സ്കൂൾ? ദ മാൻ എൻക്വയേർഡ്. നീ ഏതെങ്കിലും ട്രെയിനിങ് സ്കൂളിൽ ചേർന്നിട്ടുണ്ടോ? അയാൾ അന്വേഷിച്ചു. തരുൺ സ്മൈൽ ഫെയ്ഡഡ് ആൻഡ് ഹി സീംഡ് ഡിസ്ട്രൗട്ട്. തരുണിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ പുഞ്ചിരി മങ്ങി. വളരെ ദുഃഖിതനായി അവൻ കാണപ്പെട്ടു. ഡിസ്ട്രൗട്ട് മീൻസ് വെരി വെറീഡ് ആൻഡ് അപ്സെറ്റ്. വളരെ ദുഃഖിതനാവുക. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് സർ ആൻഡ് ഐ ആം അൺഎംപ്ലോയിഡ്, സെഡ് തരുൺ. ഒരു ട്രെയിനിങ് സ്കൂളൊക്കെ വളരെ ചിലവുള്ള കാര്യമാണ് സർ. മാത്രവുമല്ല, ഞാൻ തൊഴിൽ രഹിതനായ ആളുകൂടിയാണ്, തരുൺ പറഞ്ഞു. ഫീലിംഗ് ഹാപ്പി ദാറ്റ് ഹീ കുഡ് ജോക്ക് ഈവൻ ഇൻ ദീസ് സർക്കംസ്റ്റാൻസസ്. ഈ സമയത്തു കൂടി, ഈ സാഹചര്യത്തിൽ കൂടി അവന് തമാശ പറയാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് അവൻ സന്തോഷിച്ചു. ഒരു തമാശ രൂപത്തിലാണ് തൊഴിൽ രഹിതനാണ് താനെന്നത് തരുൺ പറഞ്ഞത്. ബട്ട് രാംനാരായൺ seemed pretty serious. I will train you if you want, but I put forward a condition. പക്ഷേ രാംനാരായൺ വളരെ സീരിയസ് ആയിരുന്നു. സീരിയസ് ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിനക്ക് വേണമെങ്കിൽ നിന്നെ ഞാൻ ട്രെയിൻ ചെയ്യാം, പക്ഷേ ഒരു നിബന്ധന ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. വാട്ട് ഈസ് യുവർ കണ്ടീഷൻ? തരുൺസ് വോയിസ് ഷോഡ് ക്യൂരിയോസിറ്റി ആൻഡ് ആങ്സൈറ്റി. എന്താണ് താങ്കളുടെ കണ്ടീഷൻ, എന്താണ് നിബന്ധന എന്ന് തരുൺ ചോദിച്ചു. അവൻ്റെ ശബ്ദത്തിൽ അറിയാനുള്ള ജിജ്ഞാസയും ആകാംക്ഷയുമൊക്കെ കാണാമായിരുന്നു. ദർ ഈസ് എ റേസ് ഓൺ ചിൽഡ്രൻസ് ഡേ അറ്റ് നെഹ്റു സ്റ്റേഡിയം. ചിൽഡ്രൻസ് ഡേയിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു ഓട്ട മത്സരം നടക്കുന്നുണ്ട്. ദ ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കോമ്പറ്റിംഗ് ദെയർ. നിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ മത്സരിക്കുന്നത്. ഇഫ് യു പാർട്ടിസിപ്പേറ്റ് ആൻഡ് വിൻ ദാറ്റ് റേസ്, ഐ പ്രോമിസ് ഐ വിൽ സ്റ്റാർട്ട് ട്രെയിനിങ് യു, സെഡ് രാംനാരായൺ. നീ അതിൽ പങ്കെടുക്കുകയും ആ മത്സരത്തിൽ വിജയിക്കുകയുമാണെങ്കിൽ ഞാൻ വാക്ക് തരുന്നു, ഞാൻ നിന്നെ ട്രെയിൻ ചെയ്തു കൊള്ളാം, രാംനാരായണൻ പറഞ്ഞു. Okay, my dear students, that's all for today. See you next class. Thank you.